ഹലോ. അപ്പൊ സൺഡേ ആയിട്ട് ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അളിയൻ വന്നതുകൊണ്ട് തന്നെ 2-3 വീടുകളിൽ നമുക്ക് പോകണം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ മോനിഷയുടെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. അവിടുന്ന് വന്ന വഴിക്ക് നമ്മൾ ജ്യൂസിലൊന്ന് കയറി കേട്ടോ. നമ്മൾ സാൻഡ്വിച്ചും അതേപോലെ തന്നെ ഫലൂദയും ഓർഡർ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ വന്നു. എല്ലാവരും ഫലൂദയാണ് ഓർഡർ ചെയ്തത്. കിച്ചാപ്പ് മാത്രം ഒന്ന് വെറൈറ്റിക്ക് ഒരു മാംഗോയുടെ ഒരു ഐറ്റം പിടിച്ചു കേട്ടോ. അങ്ങനെ സാധനമൊക്കെ വന്നു, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലച്ചും അമ്മയും പരിപാടി നിർത്തിയിട്ടോ. അങ്ങനെ അതും ഞാൻ ഏറ്റെടുത്തു. എന്റെ ഭാഗം ക്ലിയർ ആക്കി ഞാൻ രണ്ടും കംപ്ലീറ്റ് ആക്കിട്ടോ. അങ്ങനെ ജ്യൂസിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് പുറത്തോടങ്ങി വന്നപ്പോഴാണ് നമ്മുടെ കണ്ണിലൊരു പട്ടിക്കുട്ടിയെ കണ്ടത്. 2-3 മാസം പ്രായമായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫുഡിന്റെ ചെറിയൊരു വേസ്റ്റ് പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഒരു നേരെ അവന് കൊടുത്തു കേട്ടോ. കിച്ചാപ്പാണ് കൊടുത്തത്. അങ്ങനെ ആ ബ്രെഡിന്റെ പീസും കഴിച്ചുകൊണ്ട് അവൻ വേറെ എന്തോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കുറെ നേരം കാത്തിരുന്നു കേട്ടോ. അങ്ങനെ വാലാട്ടി കുറെ നേരം കാത്തിരുന്നല്ലോ, വേറെ ഒന്നും നടന്നില്ല. അങ്ങനെ പട്ടിക്കുട്ടിയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. വീട്ടിലേക്കല്ല, മറിച്ച് അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അങ്ങോട്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ബിരിയാണിയുടെ പരിപാടികളൊക്കെ ഏകദേശം ആരംഭിച്ചിരുന്നു കേട്ടോ. അവിടെ ഉണ്ടാക്കിയതല്ല, പുറത്തു നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്, കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അങ്ങനെ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിൽ നിന്ന് മാറ്റുന്ന പരിപാടികളുടെ നടക്കുന്ന സമയത്തേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ പൊട്ടിച്ചിട്ടില്ല. ചിക്കൻ ഫ്രൈ ഞങ്ങളെ വകയാണ് പൊട്ടിക്കുന്നത്. അങ്ങനെ ചേച്ചി മുൻകൈ എടുത്തുകൊണ്ട് ചിക്കൻ ഫ്രൈ പൊട്ടിച്ചു കേട്ടോ. അവൾ തന്നെയാണ് ചിക്കൻ ഫ്രൈ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തത് കേട്ടോ. അവൾ പറഞ്ഞു നല്ല ടേസ്റ്റോടെ ചിക്കൻ ബിരിയാണി അല്ല ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ചിക്കൻ ഫ്രൈ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ടേബിളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇനി ആ ടേബിളിൽ പ്ലേറ്റ് ഇടണം, നമുക്ക് ഫുഡ് കഴിക്കണം, തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ദിവസമാണെന്ന്. അല്ലെങ്കിൽ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ആ പ്ലേറ്റ് വെച്ചു, ഓരോരുത്തർ വിളമ്പ് കേട്ടോ. മോനിഷ ലച്ചു ആണ് മെയിൻ പ്രധാനപ്പെട്ട വിളമ്പരായിട്ട്. ലച്ചു നേരെ അച്ചാറും എടുത്തു, മോനിഷ സാലഡും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളമ്പല് ഇപ്പോഴൊന്നും കഴിയില്ല, കുറെ സമയം വിളമ്പിക്കൊണ്ടേയിരുന്നു കേട്ടോ. അവർ 5-8 പേർക്കുള്ള വിളമ്പാനുണ്ട്. അങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ എല്ലാവരും കഴിക്കാനുള്ളത് ഞങ്ങളൊക്കെ തന്നെയാണ്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പിന്നെയാണ് വന്നത്. അപ്പോൾ ഫുഡ് വിളമ്പി കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് കഴിച്ചു കേട്ടോ. ബിരിയാണി കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ.